സോഹോ കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. കേരളത്തിൻ്റെ വ്യാവസായിക മുന്നേറ്റത്തിന് പൊതുവിലും IT രംഗത്തിന് പ്രത്യേകിച്ചും ഊർജം പകരുന്ന ഒന്നാകും ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോഹോ കോർപ്പറേഷന് അവരുടെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാവിധ പിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. ഇവിടെ തുടക്കത്തിൽ 250 ജീവനക്കാർ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭമായി സോഹോ കോർപ്പറേഷൻ ഇത് വികസിപ്പിക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നതിന് സോഹോ കോർപ്പറേഷൻ സർക്കാരുമായി കൈകോർത്തത്. സർക്കാരിനോടൊത്തുള്ള ആ പ്രവർത്തനം സോഹോക്ക് പൂർണ്ണ തൃപ്തി നൽകി എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അവർ ആരംഭിക്കുന്ന ഈ സംരംഭം. ഈ കാര്യത്തിൽ ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ സംസ്ഥാന ധനകാര്യമന്ത്രി എടുത്ത സവിശേഷ താൽപ്പര്യം, അതിനുവേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അത് പ്രത്യേകം പരാമർശം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട് IT വ്യവസായത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ IT കയറ്റുമതി 1 ലക്ഷത്തോട് അടുക്കുകയാണ്, 1 ലക്ഷം കോടിയോട് അടുക്കുകയാണ്. ഈ കഴിഞ്ഞയാഴ്ച എറണാകുളത്ത് ലുലു ഗ്രൂപ്പിൻ്റെ IT പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. ആ ചടങ്ങിൽ വെച്ച് തന്നെ 500 കോടി രൂപ മുതൽ മുടക്കുള്ള മറ്റൊരു സംരംഭം അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതായും ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കുകയുണ്ടായി. ഇതെല്ലാം കാണിക്കുന്നത് IT രംഗത്തേക്ക് കൂടുതൽ നിക്ഷേപകർ കേരളത്തിൽ കടന്നു വരുന്നുവെന്നാണ്. ഇതിന് ഇടയാക്കുന്ന ബഹുമുഖ ഘടകങ്ങളുണ്ട്. അതിലൊന്ന് യാത്രാ സൗകര്യമാണ്. ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ വികസിക്കുന്നു, അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ നല്ല രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകത ഇവിടെ നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇത്തരം കാര്യങ്ങൾക്ക് കേരളത്തിൽ വലിയ ഊർജമാണ് പകരുന്നത്. അതോടൊപ്പം ഊർജ ലഭ്യത ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ, പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയത്, ട്രാൻസ്ഗ്രിഡ് പദ്ധതി നടപ്പാക്കിയത്, നമ്മുടെ നാട്ടിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൻ്റെ
വികസന രംഗത്തിന് കുതിപ്പേകുന്നവയായുണ്ട്. ഇതിനു പുറമെയാണ് നമ്മുടെ വ്യവസായങ്ങൾക്ക് അനുഗുണമാകും വിധം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയ തോതിൽ ശാക്തീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പല വിധത്തിലുള്ള ഇടപെടലുകൾ വ്യവസായ മേഖലയ്ക്ക് ഗുണകരമായി മാറുകയാണ്. അതെല്ലാം സോഹോ പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലെത്തുന്നതിന് ഇടയാക്കുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്.